അതാണ് സെറ്റ് ഇപ്പോൾ സെറ്റ് എന്നിട്ട് ഇൻസ്റ്റാളിൽ IMU ഓറിയൻറ്റ് GPS എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കും. പിന്നെ IMU സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചാൽ ഏതിലാണ് വെക്കുന്നത് അതുപോലെ FC എന്നിട്ട് പവർ നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യുക. ഇത് എന്തിനാ ഈ വാല്യൂ ഇത്ര വെച്ചേക്കണമെന്ന് ചോദിക്കാൻ ഇരിക്കണമായിരുന്നു. അല്ല എത്ര ഓക്കെ, അത് സ്റ്റാൻഡേർഡ് വാല്യൂ. മോട്ടർ ഐഡൽ പറയുമ്പോൾ സ്ലോ മീഡിയം ഫാസ്റ്റ് ഒക്കെ വെച്ചാൽ ചെറുതായി കറങ്ങാൻ, വെരി സ്ലോ ഓഫ് ആണെങ്കിൽ ഒന്നും കറങ്ങില്ല. മോട്ടർ ഐഡലായിട്ട് നിൽക്കുമ്പോൾ മോട്ടർ ചെക്ക് ഔട്ട് അത് നമുക്ക് നോക്കണ്ട, പിന്നെ നോക്കാം. RC ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ RC കാൽക്കുലേറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സാധനം എടുക്കണ്ടേ വേണ്ട. ആദ്യം നമുക്ക് വെയിറ്റ് പ്ലീസ് ഫോക്കസ് ചെയ്യും. ഓക്കെ, നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, പുഷ് ഓൾ ദ റോക്കറ്റ് ടു മാക്സിമം. അപ്പോൾ നമുക്ക് എന്താണ് ഓക്കെ പോകുന്നുണ്ട്, താഴെയുണ്ട്. ഇതാണ് വാല്യൂ മാറുന്ന കണ്ടില്ലേ, 950, 1000. എന്നെ റെക്കോർഡ് ചെയ്തിട്ട് റീപ്ലൈ ചെയ്യാൻ പറഞ്ഞല്ലേ? അല്ല, മിനിമം മാക്സിമം പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. അതന്നെ ഇതിപ്പോൾ എല്ലാ സൈഡും കാണിച്ചാൽ അത് മാക്സിമം എന്നിട്ട് അടുത്ത പുഷ് ഓൾ ദ ജോയ്സ്റ്റിക്കും എടുക്കും. ടോഗിളെല്ലാം അടുക്കുക അത്ര ഓക്കെ. എന്നിട്ട് അടുത്തത് സക്സസ്ഫുൾ കാലിബ്രേഷൻ. അപ്പോൾ കഴിഞ്ഞു. എന്നിട്ട് ഫ്ലൈറ്റ് മോഡ് എന്താണ് ഇപ്പോൾ നീക്കാം എന്നാവല് ചോദിച്ചതാണ്. ഓക്കെ, അടുത്തത് ഇപ്പോൾ സെൻസർ. അപ്പോൾ ഇതിപ്പോൾ IMU ഇപ്പോൾ നമ്മൾ എവിടെ വെച്ചാണോ കാലിബ്രേറ്റ് ചെയ്യണം അതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷൻ അല്ലേ? അതിനെ കാലിബ്രേറ്റ് ചെയ്യുന്നു. പീസ് ഫേസ് യുവർ FC ഹൊറിസോണ്ടൽ, ഏതെങ്കിലും ഒരു ഹൊറിസോണ്ടൽ പൊസിഷനിലായിരിക്കണം. 90 ഡിഗ്രീസ്. ഇവിടെ ഇങ്ങനെ ഡ്രോൺ ലെവൽ നോക്കാം. എന്നിട്ട് സക്സസ്ഫുൾ കാലിബ്രേഷനായി. ബിക്കോസ് ഇപ്പോൾ നമ്മൾ സപ്പോസ് ചരിഞ്ഞ് ഇപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ അതായിരിക്കും അത് സ്റ്റാർട്ടിങ് ആയിട്ട് ലൈക്ക് ഇനീഷ്യൽ ഗ്രൗണ്ട് ബേസ് ആയിട്ട് വരുന്നത്. എന്നിട്ട് ഇത് നോക്കണ്ട അഡ്വാൻസ്. എന്നിട്ട് ഇതെല്ലാം അതേപോലെ വെച്ചോ, ലോ വോൾട്ട് പ്രൊട്ടക്ഷൻ. ഇതേപോലെ അതിൽ ഒന്നുകൂടെ നോട്ട് കേട്ടോ, ഇതിനകത്തെ ആന്റി സെസ്മിക് ആണോ നോക്കാം. ഇത് ചിലപ്പോൾ ബാലൻസിലായിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ മൂവ്മെന്റിലായിരിക്കും കിടക്കുന്നത്. ആന്റി സെസ്മിക്. എന്നിട്ട് നമുക്ക് പ്രൊട്ടക്റ്റിലോട്ട് വരാം. പ്രൊട്ടക്റ്റ് എന്ന് പറയുമ്പോൾ സംഭവം ബേസിക്കലി ഡ്രോൺ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ്. ഇത് ലോ വോൾട്ട് പ്രൊട്ടക്റ്റ് എന്ന് പറയുമ്പോൾ നോ റിയാക്ഷൻ. എന്തെങ്കിലും ലോ വോൾട്ട് ആണ് പോകണമെങ്കിൽ ഒന്നും റിയാക്ഷൻ ഒന്നും ചെയ്യേണ്ട അല്ലേ? ഇരിക്കണം. PMU ഫോൾട്ട് പ്രൊട്ടക്ഷൻ. PMU എല്ലാം പവർ കൊടുക്കുന്നത് മറ്റേ FC-ലോട്ട് പവർ കൊടുക്കുന്നത് എല്ലാം കുറഞ്ഞാലോ എന്തെങ്കിലും വോൾട്ടേജ് പ്രശ്നം വന്നാൽ അപ്പം തന്നെ ഇത് നിൽക്കുക, ലാൻഡ് ചെയ്യോ എന്തെങ്കിലും ചെയ്യാം. റിയാക്ഷൻ ഒന്നും വേണ്ട. എന്തെങ്കിലും പവർ എറർ വന്നു കഴിഞ്ഞാൽ റിയാക്ഷൻ വേണ്ട. അത് കഴിഞ്ഞിട്ട് PMU ഫോൾട്ട് വരുവാണെങ്കിൽ എന്താണോ വർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓട്ടോമേഷനോ എന്തായാലും അവിടെ തന്നെ അങ്ങ് നിൽക്കുക. ഇത് 42 വോൾട്ട് താഴെ കുറഞ്ഞാൽ ഈ ഫസ്റ്റ് അലാറം അടിക്കും, 40 വോൾട്ട് എത്തിയ സെക്കൻഡ് അലാറം അടിക്കും. പിന്നെ ഇതിന് ഇനീഷ്യലി കൊടുക്കുന്നത് 50 വോൾട്ടാണ്, ഫുള്ളി ചാർജ് ആകുമ്പോൾ 2 ബാറ്ററി കൂട്ടിയിട്ട്. ഇത് കാലിബ്രേറ്റ് വോൾട്ടാണ്. FC പുതിയതാണെങ്കിൽ ഇത് പൊട്ടത്തെറ്റ് കാണിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഫുള്ളി ചാർജ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് മെഷർ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ എൻ്റെ. ഓക്കെ, അടുത്തത് കഴിഞ്ഞു. ഏതാ പമ്പ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ലിക്വിഡ് എന്നിട്ട് ലിക്വിഡ് നമ്മൾ നോക്കുന്നില്ല, അത് വിട്ടേക്കാം. പ്ലാന്റ് ഓക്കെ,
ഫ്ലാഞ്ച് ഓക്കെ നോക്കുന്നില്ല, നമുക്ക് ആവശ്യമില്ല. ഇത് ഔട്ട്പുട്ട്, ഇതിപ്പോൾ 15 മീറ്റർ പക്കത്ത് പോയാൽ എങ്ങോട്ടും പോകാൻ പാടില്ല, അത് ലിമിറ്റാണ്. അങ്ങനെയല്ല, ആൾട്ടിറ്റ്യൂഡ് 50 മീറ്റർ, അതിന് മേളിൽ പോകില്ല, ലിമിറ്റ് എങ്ങോട്ടും പോകാനല്ല. 50 മീറ്റർ അവിടെ എത്തിയാൽ പിന്നെ അതിന് കൂടി പോകാൻ പാടില്ല, അതുവരെ റേഞ്ചിൽ പോകണം, അതാണ്. അതേപോലെ 300 ഡിസ്റ്റൻസ്, മീറ്ററിലല്ലേ. ഓക്കെ, ഇത് ടൂള്, ഇത് നമുക്ക് മാനുഫാക്ചർ ചെയ്തൊക്കെ പേരെടുക്കാം, എടുക്കാം.